അപ്പോൾ പിള്ളേരെ കിൽ നിഖിൽ നാഗേഷ് ഭട്ട് രചനയും സംവിധാനവും നിർവഹിച്ച് തിയേറ്ററിലേക്ക് എത്തിയ ഹിന്ദി ആക്ഷൻ ചിത്രമാണ് കിൽ. നായകസ്ഥാനത്ത് ലക്ഷ്യയും പ്രതിനായക സ്ഥാനത്ത് രാഘവ് ജുയാലും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത കുറേ ആക്ടേഴ്സ് ഉണ്ട്. ആകെ അതിൽ സിനിമയിൽ അറിയാമെന്നുള്ളത് ആശിഷ് വിദ്യാർത്ഥി മാത്രമാണ്. സിനിമ തുടങ്ങി ആദ്യം ഒരു റൊമാൻറ്റിക് ട്രാക്കൊക്കെ പിടിച്ച് കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുന്നു. ഒരു 5-10 മിനിറ്റിൽ ആ ട്രാക്കങ്ങ് തീരും. പിന്നെ അങ്ങോട്ട് ഒരു ട്രെയിനിലെ സംഭവമാണ്. ആ ട്രെയിനിലെ സംഭവം തുടങ്ങി സിനിമ തീരുന്നത് വരെ ട്രെയിൻ തന്നെയാണ്, അല്ലാതെ വേറൊരു സംഭവം അതിലില്ല. പക്ഷെ ആ ട്രെയിന് വെച്ച്, ട്രെയിനിലെ ഓരോ ബോഗികൾ വെച്ച് ഉള്ള ഈ സംവിധായകൻ ചെയ്തു വെച്ചിരിക്കുന്ന ക്രാഫ്റ്റ് വേറെ ലെവൽ. ആ ലെവലിൽ ക്രിയേറ്റ് ചെയ്ത ഒരു നല്ലൊരു ക്രാഫ്റ്റാണ് ഈ കിൽ. ഒരു 2 മണിക്കൂറോളം സിനിമയുള്ളൂ. പക്ഷെ 2 മണിക്കൂർ സിനിമ കണ്ട് കഴിയുമ്പോൾ ഒരു നിമിഷം പോലും നമുക്കതിൽ വേസ്റ്റ് ആയിട്ട് തോന്നുന്നില്ല. ആക്ഷൻ സിനിമകൾക്ക് ഒരു ക്ഷാമവും ഇല്ലാത്തൊരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ. ഹിന്ദി ആയിക്കോട്ടെ, തെലുങ്ക് ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ. നമ്മുടെ ആക്ഷൻ സിനിമ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നായകൻ വില്ലന്മാർ എത്ര വേണം ആയിക്കോട്ടെ പറന്ന് കിടന്ന് അടിക്കും, ലാസ്റ്റ് നായകൻ ജയിക്കുന്നു, നായികയെ കൊണ്ടുപോകുന്നു. ആ ഒരു കൺസെപ്റ്റിലാണ് സ്റ്റിൽ ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ മലയാളം സിനിമ അല്ലെങ്കിൽ തമിഴ് സിനിമയിലും തെലുങ്ക് സിനിമയിലും ഓടുന്നത്. ആ കൺസെപ്റ്റിൽ മാറി ഒരു ഹോളിവുഡ് ലെവൽ ആക്ഷൻ മൂവി. ഹോളിവുഡ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇടിക്കൊരു ഒറിജിനാലിറ്റി, അല്ലെങ്കിൽ ചെയ്യുന്ന ആക്ഷൻ ഒരു ഒറിജിനാലിറ്റി. നായകൻ ലക്ഷ്യ ഹിന്ദിയിലെ D4 ഡാൻസോട് ഒരുപാട് സുപരിചിതനാണ്. കൂടെ രാഘവ് ജുയാൽ, പുള്ളിക്കാരൻ മിനി സ്ക്രീനിൽ തന്നെയാണ് വന്നത്. രണ്ടുപേരും കട്ടയ്ക്ക് എനിക്ക് നായകനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വില്ലനാണ്. അവൻ്റെ മാനർസങ്ങൾ രക്ഷയില്ലായിരുന്നു. ആ സൈക്കോത്തനം വെറുത്തനം സൂപ്പറായിരുന്നു. പറ്റിയാൽ തിയേറ്ററിൽ തന്നെ കാണുക, തിയേറ്ററിൽ ആസ്വദിക്കുക. ഒരു ഇന്ത്യൻ സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരം ഒരു ഹോളിവുഡ് ലെവൽ, നമ്മൾ പറയത്തില്ലേ എന്താ പറയുന്ന പഞ്ച് ഇടി എന്ന് പറഞ്ഞ ഇടി, ആ ഒരു ഇടിച്ചിത്രമാണ് കിൽ. തിയേറ്ററിൽ നിന്ന് മിസ്സാക്കാതെ കാണുക, ഒരു മസ്റ്റ് വാച്ച്. താങ്ക് യു സോ മച്ച്. ഓരോ വില്ലന്മാരെ നായകനെടുത്തിട്ട് ഇടിക്കുമ്പോൾ നമുക്ക് അതിനോടൊപ്പം നമ്മളും അങ്ങ് എന്താണ് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ അടിപറ്റി കത്തി അങ്ങ് വരിക, ഒരു ഫീലിങ്. ആ ലെവലിൽ അഡ്രിനാലിൻ ക്രഷായിരുന്നു സിനിമ.